എൻ്റെ മൂത്ത മകൻ ലാലിൻ്റെ ഭാര്യ, എൻ്റെ മകള് പറയുക. ആ കുട്ടിയാണത് ശ്രീജ. തച്ചനാട്ടുകാര ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ശ്രീജ. എൻ്റെ അച്ഛനും അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണ്. ഞാൻ തച്ചനാട്ടുകര ലെഗസി AUP സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്താള് ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തോള് MSc പഠിക്കുന്നു ചെന്നൈയിൽ. സർവീസ് എനിക്ക് 96 മുതൽക്കുണ്ട്. പക്ഷേ അതിൽ കുറച്ച് കാലം ബ്രേക്ക് വന്നു. ഇപ്പോൾ സർവീസ് നോക്കുമ്പോൾ 16 വർഷമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു 5 വർഷം ഞാൻ BRCയിൽ ക്ലസ്റ്റർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഇനി 4 വർഷമേ ഉള്ളൂ എനിക്ക് സർവീസ്. 2029 ആകുമ്പോഴേക്ക് റിട്ടയർമെൻ്റ് ആവും. അമ്മ നന്നായിട്ട് പാടും. അതേപോലത്തെ കഴിവ് എൻ്റെ മോൾക്കും ഉണ്ട്, മൂത്ത മോൾക്ക്. അത് അമ്മയുടെ നിന്ന് കിട്ടിയ കഴിവാണ്. മഞ്ഞലയിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, ചേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഞങ്ങളുടെ ഒരു തറവാടുണ്ട്, നമ്പ്യാണ്ടത്ത് എന്ന് പറഞ്ഞ ഒരു തറവാടുണ്ട്. അവരൊക്കെ കൂടിയിട്ട് മണ്ണമ്പറ്റ ഈ പ്രദേശത്ത് താമസിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് ഒരു നമ്പ്യാണ്ടത്ത് വാദംകൊല്ലി കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘമുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാ കൊല്ലം ഞങ്ങൾ സമ്മേളിക്കും, കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതിൻ്റെ അത്യാവശ്യം ഒരു ദിവസം അതിന് വേണ്ടി മെനക്കെടും. അങ്ങനെ അത് ഡിസംബർ 25 പൊതുവാണ്. എല്ലാ ഡിസംബർ 25 നമ്പ്യാണ്ടത്ത് വാദംകൊല്ലി കുടുംബ സംഗമം സംഘടിപ്പിക്കാറുണ്ട്. കുടുംബ സംഗമത്തിൽ നമ്മുടെ ഒരു വർഷത്തിൽ കുട്ടികൾക്ക് അങ്ങനെ കിട്ടിയ അവാർഡുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ആദരിക്കല്, അവർക്ക് ജോലി കിട്ടിയാലോ പ്രസവിച്ചാലോ അമാതിരി കല്യാണം നടന്നാലോ അബദ്ധത്തിൽ മരിച്ചു പോയാലോ ഒക്കെ ഇല്ലേ, എല്ലാരെയും നമ്മള് അന്നൊക്കെ എല്ലാവരും വരേണ്ട ഒരു ദിവസങ്ങളാക്കിയിട്ട് മാറ്റണം, ഓർമ്മിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളോ പുറത്തുനിന്നുള്ള പരിപാടികൾ വെക്കുകയും പിന്നെ നല്ല സേവന പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിലാണ് ആ ചടങ്ങ് ചടങ്ങിലാണ് പറയല്. എന്താ ഇപ്പോൾ എല്ലാ വർഷവും കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല നല്ല സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ കുടുംബ സംഗമം ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ വീട്ടിൽ വെച്ചിട്ടാണ്. ഡിസംബർ എത്രാമത്തെ കുടുംബ സംഗമമാണ്? 2018 തുടങ്ങി. നമുക്ക് ഇവിടെ മണ്ണമ്പറ്റ മാത്രമല്ല, പുല്ലിശ്ശേരി ഉണ്ട് ഒരു ടീം. ഞങ്ങളെ ഈ കുടുംബങ്ങൾ ഇവിടെ മാത്രമല്ല, ശ്രീകൃഷ്ണപുരത്തും പുല്ലിശ്ശേരിയിലും കടമ്പഴിപ്പുറത്തും അങ്ങനെ 3-4 ദിക്കിലുകളായിട്ട് സംഗമിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് ഒരുത്തിക്ക് കൂട്ടുക. അതൊരു ട്രസ്റ്റ്, ശരിക്കും
അതിന്റെ ഒപ്പം തന്നെ കുടുംബ ട്രസ്റ്റ്. അതിലിപ്പോ ഈ നിർധനരായ കുട്ടികൾ പഠിക്കാനുള്ള സഹായം ചെയ്യുക, അങ്ങനെ അസുഖക്കാർക്ക് വല്ല സഹായങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ചെറിയ തോതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പെടുന്നു. മധുരമിഠായി എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യും. ഇത്രയും ഈ അവസരത്തിൽ പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു ചാനലിൽ വന്ന് നമ്മളെ അഭിമുഖം ചെയ്ത ഈ ചാനലിന് ഞങ്ങളുടെ എല്ലാവിധ സന്തോഷവും ഉയർച്ചയ്ക്കും വേണ്ടി ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ വന്ന ഈ ചാനലിൻ്റെ ബിനോയ് എന്ന് പേരുള്ള ഈ കുട്ടി ഇത്രയും നന്നായിട്ട് നമ്മളോട് സഹകരിക്കലും ഇതിനു വേണ്ടി നല്ലവണ്ണം അന്വേഷിച്ച് പ്രവർത്തിച്ച് നമ്മളെ അന്വേഷിച്ച് കണ്ട് ഇതുപോലെയുള്ള പഴയ അധ്യാപകരെ കണ്ടുപിടിച്ച് മുമ്പ് പഴയ ഓർമ്മകളെ തേടി ഇറങ്ങിയിട്ടുള്ള എല്ലാവരുടെയും ആ പഴയ കാലത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അവർക്ക് കുറച്ച് നേരം ഒരു സമയത്തിന് ഒരു സന്തോഷം പകരലും കൂടി ഇതിൽ തോന്നുന്നുണ്ട്. നമുക്കിങ്ങനെ നമ്മളെപ്പറ്റി നമ്മുടെ പഴയ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിഞ്ഞ് ഇതൊരു സംരംഭമാക്കി ഇതെങ്ങനെ ആക്കുക ഇത്തിരി പ്രയത്നിക്കുന്നുണ്ട് ആ കുട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാവരും അവരുടെ ഈ ചാനലിനോട് സഹകരിക്കണം എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാണ്ട് നമ്മൾ ചെയ്യും വേണം. ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചെടുത്തതിന് അതീവ നന്ദി. അത് മാത്രം പറയുന്നു. മധുരമിഠായി എന്നുള്ള ചാനൽ, മധുരമിഠായി എന്നുള്ള അതിലെ അതെപ്പോഴും മധുരിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ചാനലിൽ NVG മാഷയുടെ PT മാഷയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ നമ്പറിൽ വിളിക്കുക, അന്വേഷിക്കുക. വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, വളരെ സന്തോഷമാവും. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഇതിനു വേണ്ടി നിങ്ങളിത് കാണുക. ഇതുപോലെ നമ്പറിൽ വിളിക്കാൻ പറ്റുന്ന പോലെ വിളിക്കാൻ നോക്കുക. ഇത്രമാത്രം ഞങ്ങൾക്ക് എല്ലാവരോടും നന്ദി, സ്നേഹത്തോടു കൂടി ഇത് ഞങ്ങളുടെ എല്ലാ സ്നേഹവും മധുരമിഠായി ചാനലിനും നിങ്ങളെ എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, സന്തോഷം അറിയിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ 2 മണിക്കൂർ NVG മാഷിൻ്റെ കൂടെയായിരുന്നു, പഴയ PT മാഷിൻ്റെ കൂടെയായിരുന്നു. കുറേ കാര്യങ്ങൾ മാഷ് പങ്കുവെച്ചു. കുറേ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ നമ്മളെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തു. ഒത്തിരി സന്തോഷം മാഷേ, ഒത്തിരി സന്തോഷം. മാഷും കുടുംബവും ഒക്കെ നന്നായിട്ട് ഇത്ര നേരം അവർ ഓർമ്മകളൊക്കെ ഇങ്ങനെ പഴയ ഓർമ്മകളും ചേച്ചിയുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കല്യാണത്തിലേക്ക് ശരിക്കും പറഞ്ഞ് നമ്മളൊക്കെ സദ്യ ഉണ്ട പോലെ ആ സദ്യയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ നമ്മളുടെ പഴയ സ്റ്റുഡൻസ് ഉണ്ടാവും, പഴയ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. കാരണം നിങ്ങളിലൂടെ മറ്റുള്ളവർ അറിയപ്പെടട്ടെ. മധുരമിഠായി എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും ഈ മാഷിനെ കാണട്ടെ. മാഷിന് നിങ്ങൾക്ക് മാഷിനെക്കുറിച്ചുള്ള ഈ കുടുംബത്തെക്കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇതോടൊപ്പം മാഷിൻ്റെ ഫോൺ നമ്പറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാഷിനെ വിളിക്കുക, മാഷിനെ വിളിച്ച് പഴയ പരിചയം പുതുക്കുക. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഈ കുടുംബത്തോടൊപ്പം ഇത്ര നേരം ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഒത്തിരി സ്നേഹത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും.